എന്നും ആവേശം കൊള്ളിച്ച നേതാവായിരുന്നു ഫിഡൽ കാസ്ട്രോ. 1959 വിപ്ലവത്തിന് ശേഷം ക്യൂബയെ ആദ്യമായി അംഗീകരിച്ച രാജ്യങ്ങളിലൊന്നായിരുന്നു ഇന്ത്യ. ക്യൂബൻ വിപ്ലവത്തിന് ശേഷം 1960 ന്യൂയോർക്കിൽ നടന്ന ഐക്യരാഷ്ട്രസഭാ സമ്മേളനത്തിനെത്തിയ കാസ്ട്രോയെ ലോകം അകറ്റി നിർത്തിയപ്പോഴും നെഞ്ചോട് ചേർത്ത് നിർത്താൻ തയ്യാറായത് പണ്ഡിറ്റ് നെഹ്റുവായിരുന്നു. അന്ന് ന്യൂയോർക്കിലെ ഹാർലെം ഹോട്ടലിൽ താമസിച്ചിരുന്ന ഫിഡൽ കാസ്ട്രോയെ കാണാൻ ആദ്യമെത്തിയത് പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ആ സന്ദർശനം ഒരിക്കലും മറക്കാൻ കഴിയില്ലെന്ന് കാസ്ട്രോ പറഞ്ഞിരുന്നു. 34 വയസ്സുള്ള ആരും അറിയാത്ത തന്നെ കാണാൻ നെഹ്റുവിനെ പോലൊരു വ്യക്തി എത്തിയത് തൻ്റെ ആത്മവിശ്വാസം ഉയർത്തിയെന്ന് കാസ്ട്രോ ഒരു അഭിമുഖത്തിൽ പിന്നീട് പറഞ്ഞു. ക്യൂബൻ വിപ്ലവത്തിന് ശേഷം 1959 ഇന്ത്യയിൽ വന്ന ചെഗുവേരയെ സ്വീകരിക്കാൻ നെഹ്റു നേരിട്ടെത്തി. 1983 ന്യൂഡൽഹിയിൽ നടന്ന ചേരിചേരാ ഉച്ചകോടിയിലാണ് ഫിഡൽ കാസ്ട്രോ അധ്യക്ഷ പദവി ഒഴിഞ്ഞത്. ഇന്ദിരാഗാന്ധിയാണ് തുടർന്ന് അധ്യക്ഷയായത്. അധ്യക്ഷ പദവി കൈമാറിക്കൊണ്ട് ഇന്ദിരാഗാന്ധിയെ കെട്ടിപ്പിടിക്കുന്ന ചിത്രം വളരെ പ്രശസ്തമാണ്. ഇന്ദിരാഗാന്ധിക്കൊപ്പം ചേരിചേരാ സമ്മേളനത്തിന്റെ താരമായിരുന്നു ഫിഡൽ കാസ്ട്രോയും. ക്യൂബക്കെതിരെയുള്ള ഉപരോധം പിൻവലിക്കണമെന്ന് ശക്തമായി ആവശ്യപ്പെട്ട രാജ്യമായിരുന്നു ഇന്ത്യ. ഐക്യരാഷ്ട്രസഭ ജനാധിപത്യവൽക്കരിച്ച് പരിഷ്കരിക്കണമെന്ന ഇന്ത്യയുടെ നിലപാടിനെ ക്യൂബ എന്നും പിന്തുണച്ചിരുന്നു. ക്യൂബ നൽകാനുണ്ടായിരുന്ന 1.28 ബില്യൺ രൂപ ഇന്ത്യ 2008 എഴുതിത്തള്ളി. 1973 1983 ഫിഡൽ കാസ്ട്രോ ഇന്ത്യ സന്ദർശിച്ചിരുന്നു. ഇന്ത്യയിൽ നിന്ന് ഏറ്റവും ഒടുവിൽ ക്യൂബ സന്ദർശിച്ചത് 2013 ഉപരാഷ്ട്രപതി ഹമീദ് അൻസാരിയായിരുന്നു. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.